പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒരു ദിഗ്രഹ യോഗമാണ്. ജ്യോതിഷത്തിലെ പ്രധാന ഗ്രഹം, ആധാരമായ എല്ലാ ഗ്രഹങ്ങളെയും ആധാരമായ സൂര്യൻ. ആ സൂര്യൻ ബുധനോടുകൂടെ നിൽക്കുമ്പോഴുള്ള ഒരു വിശേഷപ്പെട്ട യോഗമുണ്ട് ജ്യോതിഷത്തിൽ. ദിഗ്രഹ യോഗമാണ്. 2 ഗ്രഹങ്ങളുടെ യോഗത്തെയാണ് നാം ദിഗ്രഹ യോഗം എന്ന് പറയുന്നത്. ഈ യോഗത്തെ നിപുണയോഗം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അധിക ജാതകങ്ങളിലും ഈ യോഗം നാം കാണാറുണ്ട്. പക്ഷേ ഈ നിപുണ യോഗത്തിലും സൂര്യനോടുകൂടെ ബുധൻ നിൽക്കുമ്പോൾ ആ ബുധന് മൗഢ്യമുണ്ടാവാൻ പാടില്ല. മൗഢ്യമില്ലെങ്കിൽ ആ യോഗത്തിന് വളരെയധികം ബലം വരും. അപ്രകാരം തന്നെ ബുധൻ നിൽക്കുന്നതും എവിടെയായിരിക്കണം? പ്രധാനപ്പെട്ട തൻ്റെ ഉച്ചക്ഷേത്രത്തിലോ സ്വക്ഷേത്രത്തിലോ അല്ലെങ്കിൽ സുക്ഷേത്രത്തിലോ ആണെങ്കിൽ ആ ബുധന് ആ നിപുണയോഗം വളരെയധികം പ്രാധാന്യത്തെ നൽകുന്നതാണ്. ബുധേന നിപുണം ധീകീർത്തി സൗഖ്യാനിതം. സൂര്യനും ബുധനും കൂടെ ഒന്നിച്ച് നിൽക്കുമ്പോൾ നിപുണം, അതിനെയാണ് നിപുണയോഗം എന്ന് പറയുന്നത്. നിപുണം, അയാൾ സമർത്ഥനാകുന്നു. ധീ കീർത്തി സൗഖ്യാനിതം, അദ്ദേഹത്തിന് ബുദ്ധിയും കീർത്തിയും സുഖത്തെയും പ്രദാനം ചെയ്യും ഈ നിപുണയോഗം. ഇവിടെ ശ്രദ്ധിക്കണം, നീചസ്ഥനായി നിൽക്കുന്ന നിപുണയോഗമാണെങ്കിൽ അതിന് യാതൊരു പ്രസക്തിയും ഉണ്ടാകില്ല. അപ്രകാരം തന്നെ ബുധൻ വളരെ ദുർബലമായി 12ാം ഭാവത്തിലോ 6ാം ഭാവത്തിലോ അല്ലെങ്കിൽ അഷ്ടമഭാവത്തിലോ നിൽക്കുകയാണെങ്കിലോ ശത്രുക്ഷേത്രത്തിലോ നിൽക്കുകയാണെങ്കിലോ ആ ബുധന് നിപുണ യോഗം കൊണ്ട് വലിയ അനുകൂല സ്ഥിതി സംജാതമാകണമെന്നില്ല. അതിനാൽ നിപുണയോഗം നിങ്ങളുടെ ജാതകത്തിലും ഉണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. സസൂക്ഷ്മം കണ്ടുപിടിക്കുക. എത്രത്തോളം ആ ബുധന് ബലമുണ്ട്, മൗഢ്യമുണ്ടോ, ശത്രുക്ഷേത്രത്തിലാണോ നീചക്ഷേത്രത്തിലാണോ എന്നൊക്കെ കണ്ടുപിടിച്ച് ആ ബുധൻ്റെ ബലാബലത്തെ നിങ്ങൾ നിർണ്ണയിക്കുക. നിങ്ങൾക്കും ജ്യോതിഷം പഠിക്കാം. അപ്രകാരം ധാരാളം യോഗങ്ങൾ ഇനിയും നാം ജ്യോതിഷത്തിൽ ചർച്ച ചെയ്യാനുണ്ട്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.